കാസർഗോഡ് മുള്ളേരിയ പൈക്ക പള്ളിക്ക് സമീപത്തെ വീട്ടിലാണ് മാമ്പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിച്ചു വിൽക്കുന്നത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ റെയ്ഡ് നടത്തിയത്. 20 കിലോ വരുന്ന 80 ബോക്സ് മാമ്പഴങ്ങളാണ് ഫുഡ് സേഫ്റ്റി വിഭാഗം പിടിച്ചെടുത്തത്. വീടിന്റെ മുറ്റത്തും അകത്തുമായാണ് മാമ്പഴപ്പെട്ടികൾ സൂക്ഷിച്ചിരുന്നത്. ജുനൈദിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ മാമ്പഴങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. എല്ലാ മാങ്ങകളും ഒരേ സമയം പഴുത്ത് നല്ല ചുവപ്പ് കളർ ലഭിക്കുമെന്നുള്ളതാണ് ഈ ഗ്യാസിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പ്രോസസ്സ്, അതായത് കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ പാടില്ലാത്തതാണ്. നിയമപരമായിട്ട് അത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ഈ മാങ്ങയുടെ സാമ്പിളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാൽസ്യം കാർബണിൻ്റെ സാമ്പിളും ലബോറട്ടറി പരിശോധനയ്ക്കായി കോഴിക്കോട് മലാപ്പറമ്പിലെ ലാബിലേക്ക് ഞങ്ങൾ സീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഔദ്യോഗികമായ റിസൾട്ട് വന്നതിന് ശേഷം ആക്ടിൽ പറയുന്ന രീതിയിലുള്ള നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. ഓരോ ബോക്സിലും കാൽസ്യം കാർബൈഡിന്റെ പൊതി വെച്ചാണ് മാമ്പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നത്. വിളയാത്ത മാമ്പഴങ്ങൾക്ക് നിറവും ഭംഗിയും കിട്ടാനാണ് ഇത്തരത്തിൽ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്നത്. കർണാടകയിൽ നിന്നും മറ്റും എത്തിക്കുന്ന മാമ്പഴങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ട് പഴുപ്പിക്കുന്നത്. ഇത്തരത്തിൽ പഴുപ്പിക്കുന്ന മാമ്പഴങ്ങൾ പെട്ടെന്ന് കേടാകുന്നില്ലെന്നതും വ്യാപാരികൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. സീസണായതിനാൽ മാർക്കറ്റിൽ മാമ്പഴത്തിനിപ്പോൾ 80 മുതൽ 100 രൂപ വരെ വിലയുണ്ട്. മാമ്പഴങ്ങളെ കൂടാതെ മറ്റു പഴവർഗ്ഗങ്ങളും ഇത്തരത്തിൽ കാൽസ്യം കാർബൈഡ് ചേർത്ത് പഴുപ്പിച്ച് വിപണിയിലെത്തിക്കുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കുന്നതിന് പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. പൈക്കയിൽ പിടിയിലായ വ്യക്തിക്ക് മാമ്പഴങ്ങൾ സൂക്ഷിക്കുന്നതിനോ വിൽക്കുന്നതിനോ ലൈസൻസ് ഇല്ലെന്ന് അധികൃതർ പറഞ്ഞു. റിപ്പോർട്ടർ, കാസർഗോഡ്.